Hey guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ +2 ഫിസിക്സ് പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നതാണ്. എനിക്ക് ഇന്നായിരുന്നു +2ൻ്റെ പബ്ലിക് എക്സാം ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എക്സാം അത്യാവശ്യം ഓക്കെ ആയിരുന്നു. എന്ന് വിചാരിച്ച് നല്ല സിമ്പിളും അല്ല എന്നാൽ ടഫും അല്ലാത്തൊരു എക്സാം. ഞാൻ വിചാരിച്ചത് കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റായ ഇൻവിജിലേറ്റർ ആയിരിക്കും, ഭയങ്കര പണിയായിരിക്കും, ഭയങ്കര സ്ട്രെസ്, ഭയങ്കര ടെൻഷൻ അടിച്ച് ഫുള്ള് കൊളാക്കുന്നൊക്കെ ആയിരുന്നു. പക്ഷെ വിചാരിച്ചത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. ഇൻവിജിലേറ്റർ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുന്നതാണ്. അത്ര സ്ട്രിക്റ്റ് അല്ല, എന്നാലും സ്ട്രിക്റ്റ് ആണ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വൈവിയൊന്നും അങ്ങനെ ചോദിക്കൂലായിരിക്കും, ഇങ്ങനെ പറയുന്നതായിരിക്കും എന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ വൈവിയായിട്ട് ചോദിക്കുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. വൈവിയായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ റീഡിങ് എടുത്ത് കാണിക്കാനും എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത് നോക്കാനും ഒക്കെ അവർ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ റീഡിങ് എടുത്ത് കാണിക്കാൻ പറയുന്നുണ്ട്. അവർ മുമ്പിൽ ഇങ്ങനെ അവർ പറയുന്ന പോലെ പറയുന്ന മറ്റേ മൊമെന്റ് ബാറിലൊക്കെ പറയുന്ന ആ വെയിറ്റ് ഇട്ടിട്ട് ചെയ്ത് കാണിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് വൈവിയായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും. എനിക്കൊക്കെ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വൈവ ചോദിക്കുന്നുണ്ടെന്നും തോന്നുന്നു, കുറച്ച് പേർക്കൊക്കെ ചോദിച്ചെന്നും തോന്നുന്നു. എനിക്ക് കറക്റ്റ് അതിനെപ്പറ്റി അറിയില്ല. എനിവേ എൻ്റെ എക്സാമിനെ പറ്റിയിട്ടുള്ളൊരു റിവ്യൂ, ഏകദേശം ഒരു കാര്യം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഇങ്ങനെയാണ്. ഈ എക്സാമിന് അത്യാവശ്യം ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ട് തന്നെയാണ് പോയത്. പഠിച്ചിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ അത് കള്ളാവും. പഠിച്ചിട്ട് തന്നെയായിരുന്നു പോയത്. പക്ഷേ കുറേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതായിരുന്നു. അതേപോലെ എക്സാമിന് വേണ്ടി അത്യാവശ്യം കുറച്ച് എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല ടെൻഷൻ വന്നത് എന്താ വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു 23rd എക്സാം എന്ന കാര്യം. കാരണം ഞാൻ വിചാരിച്ചൊരു 27, 28, 29 ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ ഫിസിക്സിൻ്റെ പബ്ലിക് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. കുറേ എക്സ്പെരിമെൻറ്റ് എനിക്ക് അറിയേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ യൂട്യൂബിൽ എജുപോർട്ടിൻ്റെ ക്ലാസ് കണ്ട് അങ്ങനെ പഠിച്ച് സെറ്റാക്കിയതാണ് ഈ ലാസ്റ്റ് മിനിറ്റിൽ. സത്യം പറഞ്ഞാൽ എജുപോർട്ടിൻ്റെ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് കുറേയൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി പോയത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പെട്ടുപോയത് ഈ ടൈമിൽ. പക്ഷെ എനിക്ക് എന്നാലും നല്ല ഡൗട്ട് ഉണ്ടായത് എന്താ വെച്ചാൽ ലെൻസും മിററും എനിക്ക് കിട്ടരുത് തന്നെ ഉണ്ടായിരുന്നു. കാരണം എനിക്കത് ചെയ്യാൻ ഇപ്പോഴും അറിയില്ല. സത്യമായിട്ടും ചെയ്യാൻ അറിയില്ല, അല്ല ചെയ്യാൻ വൃത്തിക്ക് എങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയില്ല. കോൺവെക്സ് മിററൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇപ്പോഴും. എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നല്ലാണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു പ്രോപ്പറായ ഐഡിയ ഇല്ല. അപ്പോൾ അത് കിട്ടരുതുണ്ടായിരുന്നു, ലെൻസും മിററൊന്നും കിട്ടല്ലേന്നുണ്ടായിരുന്നു. കുറേ പേര് പറയും അത് ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര എളുപ്പമാണ്. സിമ്പിളൊക്കെ തന്നെയാണ്, ടാബുലർ കോളൊക്കെ ഭയങ്കര സിമ്പിളാണ്. പക്ഷെ എനിക്ക് എന്തോ അത് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എനിക്ക് മാത്രമാണെന്ന് പറയുന്നത് എന്തോ ഒരു പോലെ. ബാക്കി കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വെർണിയറൊക്കെ കിട്ടണമെന്നുണ്ടായിരുന്നു, വെർണിയറൊന്നും കിട്ടിയിട്ടില്ല. പ്രിസം മറ്റേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയത് ഗ്രാഫായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ക്വസ്റ്റ്യൻ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ എങ്ങനെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ സെക്കൻഡ് ബാച്ചാണ്, അതായത് ഉച്ചക്കുള്ള 1 മണിക്കത്തെ ബാച്ചാണ്. ഫസ്റ്റ് ബാച്ചിൻ്റെ അവർ പറഞ്ഞു അത്യാവശ്യം നല്ല എക്സാം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്കൂളിൽ പോയി ഇരുന്നപ്പോൾ ഒരു സമാധാനമായി. ഇവിടുന്ന് ഭയങ്കര സ്ട്രെസ്സായിട്ടായിരുന്നു ഞാൻ പോയത്, ഭയങ്കര ടെൻഷനോടെ ആയിരുന്നു പോയത്. സ്കൂളിൽ അവരൊക്കെ പറഞ്ഞ് ബോർഡ് എക്സാമിന് സമാധാനമായി. ഇനി കൂടുതലും ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് സമയമാണ്. അതിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഓസ്വാൾ ബുക്സിന്റെ സാമ്പിൾ പേപ്പേഴ്സ് തന്നെയാണ്. ഇത് മെയിനായിട്ട് CBSE സ്റ്റുഡൻസിനായിട്ടുള്ള ബുക്കാണ്. ISCക്കാർക്ക് അവരുടെ ബുക്കും അവൈലബിൾ ആണ് ഓസ്വാളിൻ്റെ വെബ്സൈറ്റിലൊക്കെ. CBSEയുടെ ബുക്കാണെന്ന് വിചാരിച്ച് സ്റ്റേറ്റുകാർക്ക് ഉപയോഗിക്കാൻ പറ്റാതെയൊന്നുമില്ല. സ്റ്റേറ്റുകാർക്കും ഇത് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവൽ നന്നായി കൂട്ടുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് സാമ്പിൾ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെൽഫ് അസസ്മെൻറ്റ് പേപ്പേഴ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഒപ്പം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും സഹായിക്കും. ഇതിലെ ക്വസ്റ്റ്യൻ്റെ ലെവൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എത്രത്തോളം ടഫായി ക്വസ്റ്റ്യൻസ് വരാം, ഏതെല്ലാം തരത്തിൽ വരാം, ഏതെല്ലാം രീതിയിൽ വരാം എന്നതൊക്കെ. പിന്നെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താ വെച്ചാൽ ഇതിൽ മൈൻഡ് മാപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റിലൊക്കെ ടോപ്പിക്ക് റിവൈസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് മൈൻഡ് മാപ്സ് തന്നെയാണ്. ഈ ബുക്ക് ഓസ്വാളിൻ്റെ വെബ്സൈറ്റിൽ കയറി എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് വാങ്ങുവാണെങ്കിൽ 10% ഓഫോട് കൂടി കിട്ടും. എൻ്റെ കൂപ്പൺ കോഡ് ഈ സ്ക്രീനിൽ കാണുന്ന ആദ്യം തന്നെ എന്നാണ്. ഓസ്വാളിൻ്റെ ബുക്സ് വെബ്സൈറ്റിൽ മാത്രമല്ല ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ പിന്നെ റെക്കോർഡിന് ആണി അടിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു സങ്കടം പോലെ ഉണ്ട് ഇപ്പം. കാരണം കുറേ കഷ്ടപ്പെട്ട് എഴുതിയതാണല്ലോ, പെട്ടെന്ന് അതിന് ആണി അടിച്ച് കാണുമ്പോൾ ഒരു സങ്കടം പോലെ ഉണ്ട്. എന്തായാലും സാറില്ല, +2 ലൈഫിലെ ഫസ്റ്റ് പ്രാക്ടിക്കൽ എക്സാം അങ്ങനെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മാത്സ് എക്സാം ആണ്. മാത്സ് എനിക്ക് 27th സംതിങ് ആണ്, 27th
അത് ഉച്ചക്കത്തെ ബാച്ച് തന്നെയാണ് ഞാൻ. ഉച്ചക്ക് തന്നെയാണ് എനിക്ക് എക്സാം. ഏത് എക്സാമാണ് ഇപ്പോൾ കഴിഞ്ഞത്, ഇനി ഒന്നും കഴിഞ്ഞില്ല, ഇപ്പോൾ മോഡലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാതെ എനിക്കല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ അറിയാമല്ലോ. അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ പെർഫോമൻസ് ഒക്കെ എന്തായാലും നോട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ടീച്ചർ നമ്മുടെ മുമ്പ് നിന്നൊന്നും പറയുന്നില്ലെങ്കിലും ലാസ്റ്റ് കുറച്ച് ആരോട് സ്റ്റുഡൻസിനോടൊക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. So that's it, bye.